ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മുടെ ഇന്ത്യയിൽ 2017 മുതൽ നിലവിൽ വന്ന GST ഇപ്പോൾ വീണ്ടും ഒരു പിന്നെ റീസ്ട്രക്ചറിങ്ങിന് വിധേയമാകാൻ പോവുകയാണ് എന്നുള്ളൊരു വാർത്തയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആ, വാർത്തയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതായത് നമ്മളുടെ ഇപ്പോൾ നിലവിലുള്ള GST റേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5%, 12%, 18%, 28%, 0% ഉണ്ട്. അതിൽ 12% GST ബ്രാക്കറ്റ്, GST റേറ്റ് എടുത്തു മാറ്റാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏകദേശം മാർച്ച് 2026 കൂടി 12% GST റേറ്റ് അല്ലെങ്കിൽ GST ബ്രാക്കറ്റ് എന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് ഇന്ത്യയുടെ GST സ്ട്രക്ചറിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി, കാരണം 2017 തുടങ്ങി ഇപ്പോൾ ഏകദേശം 8 വർഷമായി. അപ്പം നമ്മളുടെ രാജ്യത്തിൻ്റെ ടാക്സേഷൻ സ്ട്രക്ചർ ഏത് രാജ്യത്തിനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട ഒരു പിന്നെ സെക്ടറാണ്, അല്ലെങ്കിൽ ഒരു വിഭാഗമാണ്. എക്കോണമിയെ സംബന്ധിച്ച് ടാക്സേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒരു സമ്പദ് വ്യവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ച പ്രാപിക്കുന്നതിനനുസരിച്ച് ഈ ടാക്സേഷൻ മേഖലയും ടാക്സേഷൻ റെജീം അല്ലെങ്കിൽ ടാക്സ് റെജീം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അതിനെ കൂടുതൽ എന്താണ് പറയുന്നത്, സൊഫിസ്റ്റിക്കേറ്റഡ് ആക്കുക, സിംപ്ലിഫൈ ചെയ്യുക. കാരണം ഇന്ന് ടെക്നോളജിയുടെയൊക്കെ വളരെ വ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ വർദ്ധിച്ച ലഭ്യത ഉള്ളത് കൊണ്ടും ഒക്കെ തന്നെ ഈ മേഖലകളിൽ സുതാര്യതയും ട്രാൻസ്പാരൻസിയും സിംപ്ലിഫിക്കേഷനും ഒക്കെ തന്നെ സാധ്യമാണ്. കൂടുതൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആക്കി മാറ്റുവാൻ സിസ്റ്റത്തെ, സംവിധാനത്തെ കഴിയുമെന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ ഒത്തിരി ആയി കഴിഞ്ഞു നമ്മളുടെ രാജ്യത്ത്. അത് പലർക്കും നമുക്കറിയാൻ വയ്യായിട്ടാണ്. നമ്മൾ ജസ്റ്റ് ജി എസ് ടി എന്ന് കേൾക്കുന്ന മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനപ്പുറത്തെ ഒത്തിരി സംവിധാനങ്ങൾ പരിശോധിച്ച് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തിലൊക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ടെക്നോളജിയുടെയൊക്കെ വലിയ തോതിലുള്ള ഉപയോഗവും അല്ലെങ്കിൽ ടെക്നോളജിയാൽ പരീക്ഷിക്കപ്പെടുന്ന സംവിധാനങ്ങളൊക്കെയായി മാറിയിട്ടുണ്ട്. അപ്പം സമ്പദ് വ്യവസ്ഥ വളരുന്നതിനനുസരിച്ച്, എന്നുവെച്ചാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ക്രയവിക്രയങ്ങൾ ദിനം പ്രതി കൂടുന്നതിനനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമായിട്ടുള്ള ടാക്സേഷൻ എന്ന് പറയുന്ന സിസ്റ്റവും തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് കൂടുതൽ മോഡിഫൈ ചെയ്യുകയും മോഡേണൈസ് ചെയ്യുകയും അതിനെ കൂടുതൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആക്കുകയൊക്കെ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. കാരണം മാറുന്ന ലോകത്തിനനുസരിച്ച് നമുക്കും തീർച്ചയായിട്ടും മാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ വിദേശ രാജ്യങ്ങളിൽ നമ്മൾ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ തന്നെ ഇന്ത്യയിൽ നമ്മൾ 91 മുതലുള്ള നമ്മളുടെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇല്ലേ, നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലെ കമ്പനികൾ, ഇപ്പോൾ അമേരിക്ക മുതലുള്ള രാജ്യങ്ങളിലെ കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ ഒക്കെ തന്നെ ഇന്ത്യയിൽ വൻതോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും അവർ കച്ചവടങ്ങൾ നടത്തുകയും അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ സ്റ്റാൻഡേർഡ്, അപ്പം അത്തരം കമ്പനികൾക്ക് തീർച്ചയായിട്ടും നമ്മൾ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇതുപോലുള്ള കമ്പനികൾക്ക് ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള കോർപ്പറേഷൻസ് ഒക്കെ തന്നെ, കാരണം വളരെ പ്രൊഫഷണലി മാനേജ് ചെയ്യപ്പെടുന്ന കമ്പനികളൊക്കെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സംവിധാനങ്ങൾ കൂടുതൽ ഈ പറഞ്ഞ രീതിയിൽ മോഡേണൈസ് ചെയ്യുക അല്ലെങ്കിൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആക്കുക, ടെക്നോളജി ഡ്രിവൺ ആക്കുക, അതിനെ മോഡിഫൈ ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഈ പറഞ്ഞ ഇവിടെ ബിസിനസ് ചെയ്യുന്ന കോർപ്പറേഷൻസിൻ്റെ കൂടെ അത്യാവശ്യമാണ് തീർച്ചയായിട്ടും. പഴയ പോലെ വളരെ ഈ ഒത്തിരി പ്രൊസീജറൽ പ്രശ്നങ്ങളൊക്കെ ഉള്ള സംവിധാനങ്ങളാണെങ്കിൽ ബിസിനസ്സുകാർക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജനങ്ങളുടെ താല്പര്യങ്ങളെ കണക്കിലെടുത്തല്ല ഇതൊന്നും ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനകത്തുള്ള മോഡിഫിക്കേഷൻസ് വരുന്നു. ഒന്ന്, ഗവൺമെൻറ് താല്പര്യങ്ങളെ സംരക്ഷിക്കാനും, രണ്ട്, ഈ പറഞ്ഞ ഈ കോർപ്പറേഷൻസിൻ്റെ ബിസിനസ് ചെയ്യുന്നവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാനും ഒക്കെ തന്നെയാണ് ഇതുപോലുള്ള സംവിധാനങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, എന്ത് തന്നെ അയക്കാനും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സംവിധാനം വേണ്ട, നമുക്ക് അതിനകത്തിൽ വേറെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് നമുക്ക് ഈ ഒരു റീസ്ട്രക്ചറിങ് ഇപ്പോൾ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഏകദേശം ഈ 12% ടാക്സ് എടുത്ത് മാറ്റുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന സർക്കാരുകൾക്കും എല്ലാം കൂടെ 80,000 കോടി രൂപയുടെ നഷ്ടം GST വഴി ഉണ്ടാകുന്ന നഷ്ടമുണ്ട്. 70 മുതൽ 80,000 കോടി വരെ രൂപ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നികുതി വരുമാനത്തിൽ നഷ്ടമുണ്ടായി. ഇവിടെ അമിത്ഷായുടെ ഫോട്ടോ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നടപടികൾ
ഊർജിതമാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിനായിട്ട് സംസ്ഥാനങ്ങളുമായിട്ട് സംസാരിച്ച് സമവായത്തിലെത്തുവാൻ, കാരണം തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഒത്തിരി തരത്തിലുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടാകും, ഇല്ല കോൺഫ്ലിക്ട്സ് ഉണ്ടാകും, ഇല്ലേ? പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. സംസ്ഥാനങ്ങൾ GST ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ സംസ്ഥാനങ്ങളൊക്കെ തന്നെ പല രീതിയിലുള്ള എന്താണ് പറയുന്നത്, പല തട്ടുകളായിരുന്നു പല സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കൂടുതൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ഇതിനകത്തുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് വരുമാനം കുറയുമെന്നുള്ളൊരു സാധ്യത മുമ്പിൽ തെളിഞ്ഞു കാണുമ്പോൾ അവരതിനകത്തിൽ പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനോ ഒക്കെ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇതിനോട് പിന്നെ കോപ്പറേറ്റ് ചെയ്യാനുള്ള വിമുഖത പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ഒരു സമവായ ചർച്ചയിലേക്ക് പിന്നെ എത്തുന്നതിന് വേണ്ടി കേന്ദ്രം ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പിനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്, നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നിലവിലുള്ള നമ്മളുടെ GST ഘടനയിൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുവാനും അതുപോലെ തന്നെ 12% ഉള്ള നികുതി സ്ലാബ് ഒഴിവാക്കാനുമാണ് കേന്ദ്ര സർക്കാർ അത് ഇപ്പോൾ അങ്ങനെ ഒരു എന്താണ് പറയുന്നത് ഒരു ഇനിഷ്യേറ്റീവ് കേന്ദ്ര സർക്കാർ. അത് പക്ഷേ അത് ഫൈനലൈസ് ആയില്ല. ഒരു പക്ഷേ 12% ടാക്സ് എടുത്ത് കളയും. എന്തൊരു 12% എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഇതിനകത്തുള്ള വിഷയം നമ്മളുടെ കേന്ദ്ര സർക്കാരിന്, കേന്ദ്ര സർക്കാരല്ല, GSTയിൽ പിന്നെ ഏറ്റവും കൂടുതൽ നികുതിയുടെ ആ ഒരു സ്ട്രക്ചർ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കുറവ് നികുതി 12% സ്ലാബിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ 12% എന്നുള്ളത് ഏറെക്കുറെ 5%ത്തിലേക്കും കുറേയൊക്കെ ലക്ഷറി അല്ലെങ്കിൽ നോൺ എസെൻഷ്യൽ ഐറ്റംസ് ഒക്കെ 18%ത്തിലേക്കും മാറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഈ 12%ത്തിൽ സാധാരണയായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? പ്രോസസ്ഡ് ഫുഡ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഹൗസ് ഹോൾഡ് ഗുഡ്സ്, സർവീസ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ്. സർവീസ് റെയിൽ ട്രാൻസ്പോർട്ട്, AC ക്ലാസ്, അതായത് AC കോച്ച് റെയിൽവേയുടെ, ഹോട്ടൽ വിത്ത് അതായത് 1000-നും 7500-നും ഇടയ്ക്ക് ഹോട്ടൽ ടാരിഫ്, റൂമിൻ്റെ റെൻ്റ് ഉള്ളത്, ആകെ 12% വരുന്നതാണ്. 7500 മുകളിൽ 18%. പിന്നെ അപ്പോൾ ഇതിങ്ങനൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. 12%ത്തിൽ നിന്നാണ് ഏറ്റവും കുറവ് ടാക്സ് ഗവൺമെൻറ് കിട്ടുന്നത്. അപ്പോൾ ഈ സ്ലാബിലുള്ള സേവനങ്ങളും ഉൽപ്പന്നങ്ങളും 5%ത്തിലേക്ക് താഴ്ത്തുകയോ അല്ലെങ്കിൽ 18%ത്തിലേക്ക് ഉയർത്തുകയോ ചെയ്യാനാണ് സാധ്യത, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നികുതി ഘടനയെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു അസംഷൻ എസ്റ്റിമേഷൻ 70,000 മുതൽ 80,000 കോടി രൂപയുടെ നഷ്ടം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഉണ്ടാകും എന്നൊരു കണക്കുകളുണ്ട്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഈ പറഞ്ഞ നീക്കത്തെ ഒരുപക്ഷെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ എതിർക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിനുവേണ്ടിയുള്ള സമവായ ചർച്ചകളിലേക്ക് ആണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അതിന് ഒരു ആരംഭം കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകം തന്നെ ധനമന്ത്രാലയത്തിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിലെ ഉദ്യോഗസ്ഥരുമായിട്ട് അമിത്ഷാ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഈ GSTക്ക് എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 2017 ഈ പരോക്ഷ നികുതികൾ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സിനെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് GST നടപ്പിലാക്കുന്നത്. 0, 5, 12, 18, 28 എന്നിങ്ങനെ 5 നികുതി സ്ലാബുകളുണ്ട്. ചില സെസ്സും ചില സർചാർജുകളൊക്കെ ചില കാര്യങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ നികുതി ഘടന ഇന്ത്യയിൽ ഇപ്പോഴും വളരെ കോംപ്ലക്സ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതിനെ ഈ നികുതി സ്ലാബുകളുടെ എണ്ണം കുറയ്ക്കണമെന്നും അതൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലൊക്കെ ആയിട്ട് കൊണ്ടുവരണമെന്നൊക്കെ തന്നെ ഏറെക്കാലമായിട്ട് പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന കോർപ്പറേഷൻസിൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലുള്ള ആവശ്യങ്ങൾ വരുന്നുണ്ട്. ലൈഫ് ആരോഗ്യ ഇൻഷുറൻസുകൾ, അതായത് ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് അല്ല മെഡിക്കൽ ഇൻഷുറൻസ്, ഈ പറഞ്ഞ മേഖലകളിലേക്ക് നികുതി 18%-ത്തിൽ നിന്നും 5% ആക്കണമെന്നും BJP ഭരിക്കാത്ത പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ള ആവശ്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം കൂടെ എപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഒത്തിരി സജഷൻസൊക്കെ കാലാകാലങ്ങളിൽ പല സംസ്ഥാനങ്ങളും മുന്നോട്ട് വെക്കുന്ന, കാരണം സംസ്ഥാനങ്ങളുടെ റിക്വയർമെൻ്റ് ഇവിടെ പരിഗണിച്ചുകൊണ്ടാണല്ലോ ഇതെല്ലാം നമുക്ക്. കാരണം GST കൗൺസിൽ എന്നുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും യൂണിയൻ ടെറിട്ടറീസിൻ്റെ എല്ലാം ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് ഉൾപ്പെടുന്നതാണ് GST കൗൺസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ GST കൗൺസിലാണ് അതിൻ്റെ സുപ്രീം ബോഡി, അപ്പെക്സ് ബോഡി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെയാണ് തീരുമാനങ്ങളെല്ലാം എടുക്കുന്നതും ബാക്കിയുള്ള താഴോട്ടുള്ള അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നടക്കുന്ന ഒരു സംവിധാനം അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും
എല്ലാ സംസ്ഥാനങ്ങളും എപ്പോഴും സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. എല്ലാവർക്കും എപ്പോഴും പല തരത്തിലുള്ള കംപ്ലയിൻസ്, പരാതികളോ അല്ലെങ്കിൽ ആവലാതികളോ ഒക്കെ തന്നെ ഉണ്ടാവും. എല്ലാ സമയത്തും അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ചിലതൊക്കെ അക്കോമഡേറ്റ് ചെയ്യും, ചിലതൊന്നും അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ ചിലത് പിന്നീട് അക്കോമഡേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇതിൻ്റെ സംവിധാനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. കാരണം ഇത് പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണല്ലോ തീർച്ചയായിട്ടും ടാക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നെടുന്തൂണാണ് ടാക്സേഷൻ അല്ലെങ്കിൽ ടാക്സ് റെജീം എന്ന് പറയുന്നത്. അപ്പോൾ 2023-24 കണക്ക് പ്രകാരം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ GST വരുമാനത്തിലെ 70-75% വരുമാനം 18%. ഏറ്റവും ഹീറോ എന്ന് പറഞ്ഞാൽ 18% സ്ലാബാണ്. ഏറ്റവും കൂടുതൽ ക്രയവിക്രയങ്ങൾ നടത്തുന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രയവിക്രയങ്ങൾ നടക്കുന്നത് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ഈ ഒരു സ്ലാബിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. 12% ലഭിക്കുന്നത് വെറും 5 മുതൽ 6% മാത്രമാണ്. GST കളക്ഷൻ ഇപ്പോൾ നമ്മൾ ടോട്ടൽ GST കളക്ഷൻ എടുക്കുമ്പോൾ 23-24 കണക്കനുസരിച്ച് 12% സ്ലാബിൽ ഏറ്റവും കുറവാണ്. 5 മുതൽ 6% വരെ. ഏകദേശം 70-75% 18 സ്ലാബിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി 25%-ൽ ഏകദേശം 12% സ്ലാബിൽ 5 മുതൽ 6% വരെ ഉള്ളൂ. അപ്പം ബാക്കിയുള്ള 20%-ഓളം ആണ് ഈ പറഞ്ഞ ഈ 5%, 28% ഒക്കെ സ്ലാബിൽ നടക്കുന്നത്. അതായത് ക്രയവിക്രയങ്ങൾ ഏറ്റവും കൂടുതൽ എടുത്ത് നോക്കുമ്പോൾ 12% ഉള്ള സ്ലാബിൽ നടക്കുന്ന ക്രയവിക്രയങ്ങൾ 5 മുതൽ 6% വരെയാണ്. എന്നുവെച്ചാൽ ടോട്ടൽ ടാക്സ് കളക്ഷനിലാണ്. അതുകൊണ്ട് ഈ ഒരു സ്ലാബ് നിലനിർത്തുന്ന അത്ര യുക്തിയല്ല, അല്ലെങ്കിൽ അതുകൊണ്ട് ഈ സ്ലാബ് ഒഴിവാക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ്. അതിനെക്കുറിച്ച് പഠിക്കുവാനും കൂടെ ഒരു പഠനത്തിൻ്റെ പിന്നെ എന്തായാലും ഒരു സ്റ്റഡി അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു എന്താണ് ഒരു ഡീപ്പ് അനാലിസിസ് ഉണ്ടായതിനു ശേഷം മാത്രമേ ഇതെടുത്ത് മാറ്റണോ വേണ്ട എന്നുള്ളതിനെക്കുറിച്ചൊരു സമവായ എത്തത്തുള്ളൂ. സംസ്ഥാനങ്ങളുടെ വ്യൂ പോയിന്റ്സിൽ കൂടെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ നിലപാടുകളോട് കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ അത് ഒരുപക്ഷെ ഇത് എലിമിനേറ്റ് ചെയ്യത്തുള്ളത്. ആത്യന്തികമായിട്ട് ഇതിൻ്റെ അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. എന്നാൽ തന്നെയും ഇത് നമ്മളുടെ ഫെഡറൽ സംവിധാനം ആയതുകൊണ്ട് സംസ്ഥാനങ്ങളെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ 12% സ്ലാബ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിനകത്തിൽ അനവധി കാര്യങ്ങൾ 5% താഴ്ത്തുകയോ 18% ഉയർത്തുകയോ വേണ്ടി വരും. 18% ഉയർത്തുന്നത് മിക്കവാറും അത്യാവശ്യമല്ലാത്ത ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അത് 5% താഴ്ത്തുകയാണെങ്കിൽ ഈ സാധാരണക്കാർക്ക് അത് വലിയൊരു ആശ്വാസമായിരിക്കും. പാക്കേജ്ഡ് ഫുഡ്, ഫർണിച്ചർ, വീട്ടു സാധനങ്ങൾ ഇവയ്ക്കൊക്കെ വില കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരു ഒരു റിലീഫായിരിക്കും ശരിക്കും പറയാം. അപ്പോൾ അടുത്ത GST കൗൺസിൽ യോഗത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഈ 12%-ലെ ഏറെക്കുറെ എല്ലാ ഐറ്റംസും 5%-ലേക്ക് മാറ്റപ്പെടാം. ബാക്കിയുള്ളത് 18%-ലേക്ക്, അതായത് ലക്ഷറി, അതുപോലെ തന്നെ നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ, നോൺ എസെൻഷ്യൽ അവശ്യ സാധനങ്ങളല്ലാത്ത അധികം ആൾക്കാർ, പൊതുജനങ്ങൾ എന്ന് പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കാത്ത ലക്ഷറി ഐറ്റംസ്, നോൺ എസെൻഷ്യൽ ഗുഡ്സ് ഒക്കെ തന്നെ ഈ 18%-ലേക്ക് മാറ്റുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് 12% സ്ലാബിലുള്ള കുറച്ച് ഐറ്റംസ്, ഗുഡ്സോ സർവീസോ മാത്രമേ 18-ലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ ഇത് ഏറെക്കുറെ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന GST സ്ട്രക്ചറിനെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എവാലുവേഷനും കൺസൾട്ടേഷനും ഒക്കെ ഫിനാൻഷ്യൽ ഇയർ 25-26 നടക്കുന്നുണ്ട്. GST കൗൺസിൽ റെസൊല്യൂഷൻ, പിന്നെ നോട്ടിഫിക്കേഷൻ റോൾ ഔട്ട് 2026 ഏപ്രിൽ മുതൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും പ്രാബല്യത്തിൽ വരികയും ചെയ്യും. 12% സ്ലാബ് ഒഫീഷ്യലി റിമൂവ് ചെയ്യും, മിക്കവാറും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഇതുവരെ പൂർണ്ണമായിട്ടും അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല, പക്ഷേ അതിനുള്ളൊരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു GST കൗൺസിലിൻ്റെ 47-ാമത്തെ 49-ാമത്തെയും മീറ്റിങ്ങിൽ ഈ റേറ്റിനെ റീസ്ട്രക്ചർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കി. അത് GST കൗൺസിലിൻ്റെ മിനിറ്റ്സിൽ അത് ഉൾപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. 2024 ബജറ്റിൽ തന്നെ ഈ സ്ലാബുകൾ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു പദ്ധതി ഫൈനാൻസ് മിനിസ്ട്രിയുടെ കമ്മ്യൂണിക്കേഷനിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഭാഗത്ത് നടക്കുന്നുണ്ട്.
അപ്പോൾ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്തൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം സ്മോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചും സാധാരണക്കാരെയൊക്കെ സംബന്ധിച്ച് ഇത് വലിയൊരു അനുഗ്രഹമായിരിക്കും, അല്ലെങ്കിൽ ഒരു റിലീഫായിരിക്കും. ഇപ്പോൾ 12% നിന്ന് 5% കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ബെറ്ററായിട്ടുള്ള ഒരു പ്രൈസിങ് സ്ട്രാറ്റജി ഇല്ല ഈ ചെറുകിട വ്യവസായികളെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഡിസ്പ്യൂട്ടൊക്കെ ഒഴിവാക്കാം, ഇൻവോയ്സിങ് സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. കാരണം ഒത്തിരി റേറ്റുകൾ ഉള്ളതുകൊണ്ട് ഏതൊക്കെ ഐറ്റംസ് ഏതൊക്കെ റേറ്റ് ആണെന്നുള്ള കൺഫ്യൂഷൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിന് റവന്യൂ നഷ്ടപ്പെടാനുള്ള സാധ്യത 70,000 മുതൽ 80,000 എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രാഥമികമായിട്ടുള്ള അസസ്മെൻറ്റ്. അപ്പോൾ അതാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് നഷ്ടമായിരിക്കും, കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും. അപ്പോൾ ഇത് ഇപ്പോൾ 12% എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ 5, 12, 28% 0% ഉണ്ട്. അപ്പോൾ അങ്ങനെ 3 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 റേറ്റ് GST സ്ട്രക്ചറിലേക്ക് ഭാവിയിൽ ആയിത്തീരും. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളുടെ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഈ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ബെറ്റർ ആകുന്നു, മെച്ചപ്പെടുന്നു. അതിന് കൂടുതൽ ഒരു ആധുനികവൽക്കരണം സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം ലോകത്തെ നമ്മളിപ്പം ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതുപോലുള്ള ഈ ടാക്സേഷൻ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയൊക്കെ സൊഫിസ്റ്റിക്കേഷൻ ആണല്ലേ, അത്യാധുനികമായ രീതിയിൽ അവർ സിസ്റ്റംസ് ഉണ്ടാക്കി അതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം നമ്മുടെ രാജ്യത്തും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ്. അങ്ങനെയുള്ള മാറ്റങ്ങളിലേക്ക് നമ്മൾ പിന്നെ വെക്കുന്ന ചുവടുവയ്പ്പിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞ ഈ ടാക്സേഷൻ്റെ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു അല്പം കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ, GST സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതെല്ലാവരെ സംബന്ധിച്ചും, ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചും പിന്നെ ഈ പറഞ്ഞ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റ് എന്താണ് പറയുന്നത് ഇതിൻ്റെ കൺസൾട്ടൻസ്, ടാക്സേഷൻ എക്സ്പേർട്സ്, അവരെയൊക്കെ സംബന്ധിച്ച് എല്ലാവരെ സംബന്ധിച്ചും ഇത് വളരെ ലളിതവൽക്കരിക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഒരു ഒരു ബെനഫിഷ്യലായിട്ടുള്ളൊരു സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ ഒരു മുന്നേറ്റമാണെന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ GSTയുമായി ബന്ധപ്പെട്ട നമ്മളിങ്ങനെയുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും ഇത് നേരത്തെ ചർച്ച ചെയ്തിട്ടില്ല. പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്, നമ്മൾ ഒരു ഇന്ത്യക്കാരെന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഇത് ഈ ഒരു വിഷയം ഞാൻ ഹാൻഡ് പിക്ക് ചെയ്തപ്പോൾ ഇതിനെക്കുറിച്ച് അല്പം ആധികാരികമായിട്ടില്ലെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുക. ഈ 12% ടാക്സ് മിക്കവാറും നമ്മുടെ രാജ്യത്ത് GSTയുടെ സ്ട്രക്ചറിൽ നിന്ന് എടുത്ത് മാറ്റുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ 12% ടാക്സ് ഏതൊക്കെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മുകളിലാണോ അത് കൂടുതലും 5%ലേക്കോ ബാക്കിയുള്ളത് 18%ലേക്കും മൈഗ്രേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഒരു എക്സ്പേർട്ട് ഗ്രൂപ്പിനെ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് സമവായത്തിലെത്തിക്കാൻ വേണ്ടി ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അപ്പം കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം മാർച്ചോടുകൂടി പിന്നെ ഇത് ഫൈനലൈസ് ചെയ്യപ്പെടും. ഏപ്രിലോടുകൂടി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരെ ഇത് റോൾ ഔട്ട് ചെയ്യുകയും ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളത് പ്രതീക്ഷിച്ചാണ് നമുക്ക് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ ഫൈൻ ഡേ.